അഡ്വക്കേറ്റ് ടി എസ് ഉല്ലാസ് ബാബു, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. കാര്യം ഇതൊരു ചെറിയ വിഷയമല്ല. ഇത് പോലീസിൻ്റെ ഈ കള്ളപ്പത്രത്തിനെ പൊളിച്ചെഴുതേണ്ട ഉത്തരവാദിത്തം കൃത്യമായിട്ടുണ്ട്. ഈ കുറ്റപത്രം കയ്യിൽ കിട്ടുന്ന മുറയ്ക്ക് ഇവിടെ ഈ പോലീസ് എഴുതി പിടിപ്പിച്ചിട്ടുള്ള നുണക്കഥകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് തന്നെ നീതിന്യായ സംവിധാനത്തിൽ പോകുന്നതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിനകത്ത് പറഞ്ഞ ഓരോ വരികളും എടുത്തു പറഞ്ഞുകൊണ്ട് ആ വരികൾക്ക് പുറകിൽ ഇവരുടെ അന്വേഷണം നടന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തി കൃത്യമായി ഇതിൻ്റെ പുറകിൽ വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുകയും വിശ്വാസികളെ ടാർഗറ്റ് ചെയ്യുകയും ആയിരുന്നു ഇടതുപക്ഷത്തിൻ്റെയും പോലീസിൻ്റെയും നിലപാട് എന്ന് പൊതുസമൂഹത്തിൽ കൃത്യമായി ചർച്ച ചെയ്യിപ്പിക്കും. ഒപ്പം തന്നെ ഈ കള്ളപ്പത്രമുണ്ടാക്കി നിയമ സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കൃത്യമായി തന്നെ നമ്മൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഇതുപോലെ കള്ളപ്പത്രം ഉണ്ടാക്കാൻ ഇനിയൊരു ഓഫീസർ തുനിയരുത്. ഇതുപോലെയുള്ള ഒരു കള്ളപ്പത്രം ഉണ്ടാക്കാൻ ഒരു DGPയും ഒരു കത്തും ഒരു പോലീസ് ഓഫീസിലേക്ക് അയക്കരുത്. ഇതുപോലെയുള്ള കള്ളപ്പത്രം ഉണ്ടാക്കാൻ ഒരു മുഖ്യമന്ത്രിയും ഇനി ഉത്തരവിടരുത്. ആഭ്യന്തരമന്ത്രിയും ഈ വക വേഷം കെട്ടുമായിട്ട് ഇനി വരരുത്. ഈ സമൂഹത്തിന് മുമ്പിൽ ഈ വിഷയങ്ങൾ തുറന്നു കാട്ടാനുള്ള ഉത്തരവാദിത്തം എല്ലാ വിഭാഗത്തിനുമുണ്ട്. സ്വാഭാവികമായിട്ട് ഞങ്ങളും ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകും. ഇവിടെ പിണറായി വിജയൻ എടുക്കുന്ന ഈ തീരുമാനത്തെ പിണറായി വിജയന്റെ രാഷ്ട്രീയമെന്നോ വിശ്വാസക്കുറവെന്നോ പറയാം. DGP എന്ന് പറയപ്പെടുന്ന വ്യക്തി ഉണ്ടല്ലോ, ആ DGP എന്തടിസ്ഥാനത്തിലാണ് പോലീസ് കാണിക്കുന്ന ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്? അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായി അതിൻ്റെ അജണ്ട മനസ്സിലാക്കണം. ആ അജണ്ട സെറ്റ് ചെയ്തവർ ഒരു കാര്യം മനസ്സിലാക്കിക്കോട്ടെ, നിങ്ങളുടെ അജണ്ട കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വാക്കുകൾ, വരികൾ, പാരഗ്രാഫുകൾ വായിച്ച് അതിൻ്റെ പുറകിൽ നിങ്ങൾ നടത്തിയ ഗൂഢാലോചന പറയുമ്പോൾ ഒപ്പിട്ട തൊപ്പിയിട്ടവൻ ഒരു സംശയവും വേണ്ട, മാപ്പ് പറയേണ്ടി വരും കേരള സമൂഹത്തിനോട്.